ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ മനഃപൂർവ്വം ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമങ്ങളുണ്ടോ എന്ന് സംശയമുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. ഇതുവരെയായിട്ട് കുറ്റപത്രം സമർപ്പിക്കാനോ ശക്തമായ നിലപാട് സ്വീകരിക്കാനോ SITക്ക് കഴിഞ്ഞിട്ടില്ല. പകരം അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2017 അവിടുത്തെ കൊടിമരത്തിലെ കുതിരയുടെ രൂപം അത് മാറ്റിയതിനെക്കുറിച്ച് ഒരു വിവാദം, അത് തന്ത്രിക്ക് കൈമാറിയതിനെക്കുറിച്ചാണ് വിവാദം. പക്ഷെ ഇവിടെ ആ പാചവാഹനം തന്ത്രിയുടെ വീട്ടിൽ തന്നെയുണ്ട്. അത് തന്ത്രി ആർക്കെങ്കിലും വിൽക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്തിട്ടില്ല. 2012 ഒരു ഓർഡറിൻ്റെ പേരിലാണ് ചിലരൊക്കെ തർക്കം ഉന്നയിച്ചിട്ടുള്ളത്. 2012 സർക്കാർ ഉത്തരവല്ല, ദേവസ്വം കമ്മീഷണർ ഉത്തരവാണ്. അതായത് ഈ റിമൂവ് ചെയ്യുന്ന വസ്തുക്കൾ എന്താണോ അത് സ്ട്രോങ് റൂമിൽ വെക്കണം എന്നുള്ളത്. എന്നാൽ അതേസമയത്ത് എല്ലാം സ്ട്രോങ് റൂമിൽ വയ്ക്കാൻ കഴിയില്ല. ഇപ്പോൾ കൊടിമരത്തിൻ്റെ മരം അത് ശാസ്ത്രീയമായിട്ട് ദഹിപ്പിക്കണം എന്നാണ് നിയമം, താന്ത്രിക നിയമം. അതുപോലെ തന്നെ ചില വസ്തുക്കൾ കടലിലൊഴുക്കേണ്ടി വരും. ഇതൊന്നും സ്ട്രോങ് റൂമിൽ വയ്ക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ഈ ആര്യവാഹനം തന്ത്രിക്ക് കൈമാറുകയും തന്ത്രി അദ്ദേഹത്തിൻ്റെ പൂജാമുറിയിൽ സൂക്ഷിക്കുകയും ചെയ്തു. അത് അദ്ദേഹം വിൽക്കുകയോ മറ്റെന്തെങ്കിലും കച്ചവടം നടത്തുകയോ ചെയ്തിട്ടില്ല. എന്നാൽ സ്ട്രോങ് റൂമിൽ വെച്ച പല സാധനങ്ങളും അടിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്. സ്ട്രോങ് റൂം ഇപ്പോൾ ഒട്ടും സ്ട്രോങ് അല്ലാത്ത മുറിയാണ് ദേവസ്വത്തിൻ്റെ. അപ്പോൾ ഇവിടെ ഒരു വിവാദം, ഇന്ന് മാത്രമല്ല ഹൈക്കോടതി അംഗീകരിച്ചായിട്ട് ഇന്ന് വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, 2019 സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് പറയുമ്പോൾ 2017 പോകുമ്പോൾ ഞങ്ങൾക്കൊരു കേസ് അന്വേഷിക്കുന്നത് ഞങ്ങൾക്കൊരു വിരോധമില്ല. പക്ഷേ അതിൻ്റെ മറവിൽ 2019 സ്വർണ്ണക്കൊള്ള നടത്തിയത് രക്ഷിക്കാനുള്ള ശ്രമമാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇപ്പോൾ SITയെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് സംശയമുണ്ട്. ഇന്നലെ ഞങ്ങൾ SITനെ കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയും ജയിലിൽ കിടക്കുന്നവർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം SITയുടെ മേലെ സർക്കാർ സംവിധാനങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അത് കടകംപള്ളി ഉൾപ്പെടെ രക്ഷിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം തന്ത്രി എന്തോ ഒരു കൊലപാതകം ചെയ്ത വ്യക്തിയാണ് എന്ന് വരുത്തി തീർത്ത് ഇപ്പോഴത്തെ മന്ത്രിയെയും മുൻ മന്ത്രിമാരെയും രക്ഷിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ ഞങ്ങൾ തുറന്ന് എതിർക്കുക തന്നെ ചെയ്യും. ഈ തന്ത്രിക്ക് BJP എല്ലാവിധ സപ്പോർട്ടും പരസ്യമായി നൽകി. അതേ സപ്പോർട്ട് തന്നെ കോൺഗ്രസ് നൽകുകയാണ്. വിശ്വാസികൾ ഏത് പാർട്ടിക്കാരാണെങ്കിലും വിശ്വാസത്തിനെ ഹനിക്കുന്ന കാര്യങ്ങളുണ്ടായാൽ അത് ചോദ്യം ചെയ്യാൻ രാഷ്ട്രീയത്തിൻ്റെ നിറം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വാസമുള്ളവരുണ്ട്, അവരും ന്യായമായി വിശ്വാസികൾക്ക് വേണ്ടി നിൽക്കുന്നുണ്ട്. നേതാക്കന്മാർ നിൽക്കുന്നില്ല എന്ന് ചോദിച്ചിട്ട് അണികൾ നിൽക്കാതില്ല. അപ്പം അതുകൊണ്ട് ശബരിമലയിലെ അന്വേഷണത്തിൽ ഇപ്പം ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇത് പോറ്റിക്ക് ജാമ്യം കിട്ടാനും ദേവസ്വം ബോർഡിൻ്റെ അകത്തുള്ളവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണോ സംശയമുണ്ട്. ഇതിനേക്കാൾ ഉപരിയായി ഈ 2017 പാചവാഹനം കൈമാറ്റം ചെയ്തപ്പോൾ അതിൻ്റെ മുമ്പിൽ തന്നെ CPMൻ്റെ പ്രതിനിധിയായിട്ടുള്ള രാഘവനുമുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, UDF ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ഉള്ള ദേവസ്വം ഭരണസമിതികൾ UDFൻ്റെ ഭരണസമിതികളല്ല. UDFന് ഭൂരിപക്ഷമുള്ള ഭരണസമിതി മാത്രമാണ്. കാരണം MLAമാരുടെ നോമിനിയായി, ഹിന്ദു MLAമാരുടെ നോമിനിയായി എപ്പോഴും വരാറുള്ള ഇടതുപക്ഷമാണ്. ഞങ്ങളുടെ ഭാഗത്ത് മുസ്ലിം ലീഗിനൊന്നും വോട്ടവകാശം ഇല്ലാത്തതുകൊണ്ട് ഹിന്ദു MLAമാരിൽ ഭൂരിപക്ഷം, അത് കെ കരുണാകരൻ്റെ കാലം മുതലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ യു ഡി എഫിൻ്റെ ഒരു പൂർണ്ണ ഭരണസമിതി എന്ന് പറയുന്നത് 2005-ലാണ്. കാരണം ഇന്ന് 100 MLA മാരുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക്
MLA-മാരുടെ കോട്ടയിൽ ദേവസ്വം ബോർഡ് അംഗത്തിനെ ജയിപ്പിക്കാൻ കഴിയും. അപ്പോൾ 2005, 2007 കാലത്താണ് പൂർണ്ണമായിട്ടും UDFൻ്റെ നിയന്ത്രണത്തിലുള്ള ഭരണസമിതി ഉണ്ടായിട്ടുള്ളൂ. അതിന് മുമ്പ് കെ കരുണാകരൻ്റെ കാലത്ത് ഉണ്ടായത് അതിൽ നിയമം കൊണ്ടുവന്നു, വിശ്വാസികൾ ആണെന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണം. അന്നും പൂർണ്ണ ദേവസ്വം ബോർഡ് ഉണ്ടായിരുന്നു, പക്ഷേ അത് പിന്നീട് കോടതി റദ്ദാക്കി. അപ്പോൾ അതുകൊണ്ട് ആ അംഗം പങ്കെടുത്തു. എന്നിട്ട് അധികം പറഞ്ഞത് എന്താ, ഞാനൊന്നും അറിഞ്ഞില്ല. അപ്പോഴാണ് ഫോട്ടോ പുറത്തു വിട്ടത്. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതിനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കും. അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ നടത്തുന്ന ഒരു ശ്രമങ്ങളെയും ഞങ്ങൾ അനുകൂലിക്കില്ല. വാഹന കൈമാറ്റമായിരുന്നു UDF-നെതിരെയുള്ള ആയുധമായി LDF ഉയർത്തിക്കാട്ടിക്കൊണ്ടിരുന്നത്. 2012 ദേവസ്വം ഉത്തരവ് ലംഘിച്ചു എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ 2017 തന്നെ അത് ദേവസ്വം കമ്മീഷൻ വേറെ ഉത്തരവുണ്ട്. അഭിഭാഷക കമ്മീഷന്റെ റിപ്പോർട്ട് അടക്കമുണ്ട്. ഹൈക്കോടതിയിൽ ബോധ്യപ്പെട്ടു. അല്ല, ഹൈക്കോടതി അംഗീകരിച്ചിട്ടുണ്ട്. ഈ 2017 കയ്യേറ്റം ഇവർ പറഞ്ഞ കൈമാറ്റം, അതിനെ ഹൈക്കോടതി അംഗീകരിച്ചിട്ടുണ്ട്. ഇതിലെ SIT, അതായത് ആദ്യം SIT-യിൽ കോൺഗ്രസ് സംശയം, അതുകൊണ്ടാണോ SIT-യിൽ സംശയമുള്ളത്? തീർച്ചയായിട്ടും. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യതയെക്കുറിച്ച് ഇന്ന് മാധ്യമ വാർത്തകളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് സംശയമുണ്ട്. സംശയം മറച്ചു വയ്ക്കേണ്ട കാര്യമില്ല. ഈ SIT അന്വേഷണം കോൺഗ്രസിലേക്ക്, പ്രത്യേകിച്ച് ആദ്യം അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവരുടെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്ന വാർത്ത വരുമ്പോഴാണ് അന്ന് ആദ്യമായിട്ട് SIT അന്വേഷണത്തിൽ സമ്മർദ്ദം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് അന്നൊന്നും ഒരു സംശയം, ഒരു സമ്മർദ്ദം പറഞ്ഞിട്ടില്ല. അതൊക്കെ അന്വേഷിക്കുന്നതിന് ഞങ്ങളൊരു തടസ്സവും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ പോക്ക് ഞങ്ങൾക്ക് സംശയമുണ്ട്. അത് ഇപ്പോഴത്തെ സ്വർണം കട്ട ജയിലിൽ കിടക്കുന്ന കള്ളന്മാരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ SIT നടത്തുന്നുവെന്ന് സംശയമുണ്ട്. ആ സംശയം മറച്ചു വയ്ക്കുന്നില്ല. SIT അന്വേഷണത്തിൽ സംശയമുണ്ടെങ്കിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ടോ? കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണം, പക്ഷേ അത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലായിരിക്കും എന്ന് ഇപ്പം ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാ കുറ്റവും തന്ത്രിയിൽ വെച്ച് കെട്ടി മന്ത്രിയെയും മുൻ മന്ത്രിമാരെയും രക്ഷിക്കാനുള്ള ശ്രമങ്ങളെ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കും. മറ്റൊരു കാര്യം, വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ നടത്തിയൊരു പ്രസ്താവനയാണ്. UDF അധികാരത്തിലെത്തിയാൽ മുസ്ലിം ലീഗ് ഭരിക്കും, NSS-നെയും SNDP-യും തമ്മിൽ തല്ലിച്ചത് UDF ആണ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈഴവ വിരോധിയാണ് തുടങ്ങി അങ്ങേയറ്റ രൂക്ഷമായ പ്രതികരണങ്ങളാണ് അദ്ദേഹം നടത്തിയത്. അങ്ങ് യോജിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞ ഒന്നിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാമുദായിക നേതാക്കന്മാർക്ക് അവരുടെ സമുദായത്തിൻ്റെ അവകാശങ്ങളെപ്പറ്റി പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് ഹനിക്കപ്പെട്ടാൽ അതിന് കാരണക്കാരായിട്ടുള്ളവരെ വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അനാവശ്യമായി മറ്റ് സമുദായങ്ങളെ അധിക്ഷേപിക്കാൻ ഒരു സമുദായത്തിനും സ്വാതന്ത്ര്യമില്ല. അങ്ങനെ അധിക്ഷേപിച്ചാൽ അവർ വിമർശിക്കപ്പെടും. അത് ആ വിമർശിക്കുന്നവരെയാണ് വിമർശിക്കുന്നത്, അല്ലാതെ സമുദായത്തിനെയല്ല. ഇപ്പോൾ ശ്രീ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതിനെക്കുറിച്ചാണല്ലോ ഇപ്പോൾ ഒരു വിവാദം വന്നിട്ടുള്ളത്. ആ വിവാദം ഉണ്ടാക്കിയ ഞങ്ങളല്ല. ശ്രീ ബിനോയ് വിശ്വമാണ് പറഞ്ഞത്, വെള്ളാപ്പള്ളിയെ കണ്ടാൽ ഞങ്ങൾ കൈകൂപ്പും, കൈ കൊടുക്കും, ടാറ്റ പറയും, കാറിൽ കയറ്റില്ല. അതാണല്ലോ വിവാദം ഉണ്ടായത്. ഏതായാലും ബിനോയ് വിശ്വം ഒരു ഈഴവ വിരോധിയാന്ന് പറയില്ലല്ലോ. ബിനോയ് വിശ്വം ആയതുകൊണ്ട് VD സതീശനോ മറ്റോ പറയുമ്പോഴല്ലേ ജാതിയുടെ വേർതിരിവ് വരുള്ളൂ. ഇപ്പോൾ ബിനോയ് വിശ്വമാണ് ആദ്യം വിമർശിച്ചത്. ഞങ്ങൾ ശ്രീ വെള്ളാപ്പള്ളിയെ വിമർശിച്ചതിൻ്റെ കാരണം അദ്ദേഹം മലപ്പുറം ജില്ലയെ പറ്റി അധിക്ഷേപിച്ചു, മുസ്ലിം സമുദായത്തിനെക്കുറിച്ച് അധിക്ഷേപം പറഞ്ഞു. അത് അദ്ദേഹത്തിനെ പോലെ പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ഒരു സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾ പറഞ്ഞത്. ആ പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ ഉറച്ചു നിൽക്കും. ഇവിടെ NSS-ന്റെയും അതുപോലെ SNDP-യുടെ ഒരു ഐക്യം വരാൻ പോവുകയാണ്. ആ രീതിക്ക് ഒരു അല്ല, സമുദായ സംഘടനകൾ തമ്മിൽ ഐക്യം ഉണ്ടാകുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. അത് സാമുദായിക സംഘർഷം ഇല്ലാതാക്കാൻ സഹായിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾക്ക് ഒട്ടും ദോഷവും ഉണ്ടാവില്ല. കാരണം സമുദായ നേതാക്കന്മാർ എന്ത് പറഞ്ഞാലും സമുദായ അംഗങ്ങൾ അത് നോക്കി വോട്ട് ചെയ്യുന്നവരല്ല. നേരെ മറിച്ച് അവരുടെ നേതാക്കന്മാരെ അധിക്ഷേപിച്ചാൽ അവരത് സഹിക്കില്ല എന്ന് വിചാരിച്ച്, ഇപ്പോൾ പണ്ട് പിണറായി വിജയൻ ബിഷപ്പിനെ നിർകൃഷ്ട ജീവി എന്ന് വിളിച്ചപ്പോൾ
ശക്തമായിട്ട് ആ സമുദായങ്ങൾ പ്രതികരിച്ചു. നേരെ മറിച്ച് ഇന്ന വ്യക്തിക്ക് വോട്ട് ചെയ്യണമെന്ന് ഏത് സമുദായ നേതാവ് പറഞ്ഞാലും അത് അണികൾ കേൾക്കില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് അശേഷം ഭയമില്ല. ഇപ്പോൾ ഏതായാലും ശ്രീ വെള്ളാപ്പള്ളി തന്നെ ഇലക്ഷന് ശേഷം നമുക്ക് കാര്യങ്ങൾ കാണാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. മറ്റേത് മൂന്നാമതും പിണറായി വരുന്നതാണ് പറഞ്ഞു. അപ്പോൾ മൂന്നാമതും പിണറായി വരുന്നു പറഞ്ഞ ശ്രീ വെള്ളാപ്പള്ളി ഇപ്പോൾ ഇലക്ഷൻ കഴിയട്ടെ പിന്നെ നമുക്ക് നോക്കാമെന്ന് പറയുമ്പോൾ വരില്ല എന്നൊരു ധാരണ അദ്ദേഹത്തിലും കടന്നുകൂടി. ഈ സ്വർണ്ണക്കൊള്ളയിലടക്കം ഇപ്പോഴും NSSന് ഒരു പിന്തുണ കോൺഗ്രസിനോ UDF-നോ ഇല്ല. ഇപ്പോഴും ഞങ്ങൾക്ക് പാർട്ടി നിലപാടുണ്ട്. പാർട്ടി നിലപാടുകൾ ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ സമുദായ നേതാക്കന്മാരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഞങ്ങൾ നോക്കാറില്ല. ശബരിമല വിഷയത്തിൽ ഞങ്ങളുടെ സ്റ്റാൻഡ് അന്ന് ഇന്നൊന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ NSSും SNDPയും ഒരുമിക്കുന്നത് അത് UDF-ന് തിരിച്ചിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ വരില്ല. അത് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഭയമില്ല. സമുദായ നേതാക്കന്മാർ ഞങ്ങളൊരു സമുദായത്തിനെതിരല്ല. എന്നാൽ സമുദായ ഐക്യത്തിന് കോട്ടമുണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നാൽ ഞങ്ങൾ അതിനെതിർക്കും. ഇപ്പം തന്നെ ഞാൻ പറയാം, ശ്രീ കാന്തപുരത്തിൻ്റെ യാത്ര വളരെ നല്ല രീതിയിൽ അദ്ദേഹം സംഘടിപ്പിച്ചു. ഒരു സമുദായ ഐക്യത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടായി. അവിടെ പോയിട്ട് മാറാട് പറഞ്ഞ് കുളം കലക്കാൻ നോക്കിയത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് അതിന് നല്ല മറുപടിയും കൊടുത്തു. അതിൽ അദ്ദേഹം തന്നെ ശ്രീ കാന്തപുരം തന്നെ പറഞ്ഞു ഇത് ഒരു രാഷ്ട്രീയ വേദിയാക്കേണ്ടിയിരുന്നില്ല. ആരാ വേദിയാക്കിയത്? ഇനി ഇപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ മാറാടിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ. ഈ കലാപം ഉണ്ടായ കാലത്ത് മാറാട് കടന്നു അവിടെ ചെന്ന് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിച്ചത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ AK ആൻ്റണിയും മുൻ മുഖ്യമന്ത്രി K കരുണാകരനൊക്കെ അവിടെ സന്ദർശിച്ചു. ആ രണ്ട് വിഭാഗങ്ങളും അവരെ നേതാക്കന്മാരെ സ്വീകരിച്ചു. ഒരാൾക്ക് മാത്രമേ അവിടെ കാലെടുത്ത് കുത്താൻ കഴിയാതിരുന്നിട്ടുള്ളൂ. ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനെയാണ് നാട്ടുകാർ കൂവി വിളിച്ചോടിച്ചത്. മാറാടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ ഞങ്ങൾക്കും പറയാനുണ്ട്. ഈ സാമുദായിക നേതാക്കൾ പറയുന്ന കാര്യം ജനങ്ങളെ സ്വാധീനിക്കില്ല. കാരണം വെള്ളാപ്പള്ളി ഇന്നലെ പറഞ്ഞത് നായാടി മുതൽ നസ്രാണി വരെ ഒന്നിക്കാൻ പോവുകയാണ്. UDF ആണ് SNDPയും NSSനെയും തമ്മിലടുപ്പിച്ചത്. അത് വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു ഘടകമല്ലേ? അദ്ദേഹം പറഞ്ഞ് സ്വാധീനിച്ചിട്ടാണ് ജനം വോട്ട് ചെയ്യുന്നതെങ്കിൽ കഴിഞ്ഞ പഞ്ചായത്തിൽ ഞങ്ങൾ ജയിക്കും. എന്തൊക്കെ പറഞ്ഞു ഞങ്ങളെക്കുറിച്ച്. VD സതീശനെക്കുറിച്ച് മാത്രമല്ല മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരെ അധിക്ഷേപിക്കുകയും കോൺഗ്രസ് നേതാക്കന്മാരാരും എൻ്റെ വീട്ടിൽ വരണ്ടെന്നും പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ജയിച്ചില്ലേ? വെള്ളാപ്പള്ളി ഒരു തെരഞ്ഞെടുപ്പ് ഘടകമേ അല്ല. ഞാൻ പറയാം, ഒരു വ്യക്തിയെ നമ്മൾ വിമർശിക്കുമ്പോൾ ആ വ്യക്തിയുടെ പ്രവൃത്തിനെയാണ് വിമർശിക്കുന്നത്, അല്ലാതെ വ്യക്തിയുടെ ജാതിനെ അല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആർക്കും ആരെയും വിമർശിക്കാൻ കഴിയില്ലല്ലോ. ഇപ്പം ഞാൻ മുഖ്യമന്ത്രിയെ വിമർശിച്ചാൽ അപ്പം ഞാനൊരു ഈഴ വിരോധിയാവൂ. മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ വിമർശിച്ചാൽ അദ്ദേഹം ഒരു നായർ വിരോധിയാവൂ. അപ്പോൾ ഈ വിമർശനങ്ങളെ ജാതി മതമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ നിലപാട്. വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഒരു തെരഞ്ഞെടുപ്പ് ഘടകമേ അല്ല എന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അവർക്ക് യോജിക്കേണ്ട കാര്യം, അവർ രണ്ടുപേരും യോജിക്കുന്നത് സമുദായ സൗഹാർദ്ദത്തിൽ നല്ല എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്.